ഫ്രീഡത്തിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുമോ? ഐ തിങ്ക് ദാറ്റ്സ് വൺ തിങ് വി ബോത്ത് ബിലീവ് ഇൻ. അതെ അതെ. അപ്പം ഫ്രീഡം, വാട്ട് ഈസ് ഫ്രീഡം ടു യു? ലൈക്ക് നമ്മൾ ഇതൊക്കെ ചെയ്യണത് അൾട്ടിമേറ്റ്ലി ഫ്രീഡത്തിന് വേണ്ടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ വേറെ ചെയ്യാം. ബട്ട് വി ആർ ഡൂയിങ് ദിസ് ടു അറ്റൈൻ ഫ്രീഡം. അപ്പോൾ എന്താണ് ഷൈജലിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഫ്രീഡം? ഓക്കെ, എൻ്റെ ഫസ്റ്റ് ബ്ലോഗിന്റെ ടൈറ്റിൽ അതായിരുന്നു, ബൂട്ട് സ്ട്രാപ്പിംഗ് ദ സ്റ്റാർട്ടപ്പ് ഫോർ ഫ്രീഡം അല്ലേ, ഒരു ഇൻ പെർസ്യൂട്ട് ഓഫ് ഫ്രീഡം. അപ്പം ഫ്രീഡം എന്ന് വെച്ചാൽ എനിക്ക് ഫ്രീഡം ഫോർ മണി ആൻഡ് ഫ്രീഡം ഫോർ ടൈം ആ ഒരു സംഭവമാണ്. നമുക്ക് ഒരാവശ്യം, ഒരു ഫിനാൻഷ്യലി ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റണം എന്നുള്ള ആ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം ഫ്രീഡം. അപ്പോൾ നമ്മളൊരു കോർപ്പറേറ്റ് ജോബിൽ വർക്ക് ചെയ്തപ്പം അത് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതായിരുന്നു എൻ്റെ മെയിൻ എയിം വൈൽ സ്റ്റാർട്ടിങ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും സ്റ്റാർട്ടപ്പ് ആയിട്ട് ഫോം ചെയ്ത് ആ ഒരു സ്റ്റേജിൽ വന്നപ്പോൾ. എന്താണ് ഫെലിക്സിന്റെ കാഴ്ചപ്പാടിൽ? ഡെഫിനറ്റ്ലി ഇത് ഞാൻ ആ ബ്ലോഗ് വായിക്കുന്നത് ഞാൻ കോളേജിൽ തേർഡ് ഇയർ സമയത്താണ്. അപ്പോൾ ഞാൻ ഇൻഫ്ലുവൻസ് ആയത് പുറത്തുള്ളവരെന്നല്ല, നമ്മുടെ കേരളത്തിലുള്ള ഈ ചുറ്റുവട്ടത്തുള്ള സാസ് പ്രൊഡക്റ്റ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ഗ്ലോബലി ഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ലുക്ക് ഔട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ആ പോയിന്റിൽ ആ ഒരു ബ്ലോഗ് വാസ് സൂപ്പർ ഇൻസ്പയറിംഗ് ഫോർ മീ. അപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമും wherever you want, whenever you want, whomever you want, ആ ഒരു സാധനം can be attainable by having a own business. അപ്പോൾ അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ടു ഹാവിങ് എ ഫ്രീഡം ആസ് വെൽ. അപ്പോൾ അതും ഞാൻ ഒരു ഇത് അച്ചീവ് ചെയ്തു ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ബട്ട് ആ ഒരു ബ്ലോഗ് വാസ് ദ ഹോൾ ബിഗിനിങ് ഫോർ മീ. ഗുഡ് ടു നോ. ഇനി നൗ കളക്ട് ചാറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തു. ഇവൻ 20 ലക്ഷത്തോളം സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ ഡൊമൈൻ വരെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു മൂവ്മെന്റിനുള്ളൊരു ഇപ്പൊ എന്തൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട്, എത്ര ഡൊമൈൻ എത്രയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, നമ്മൾ കളക്ട്.ചാറ്റ് എന്ന് പറഞ്ഞ ഡൊമൈൻ വാങ്ങുന്ന ടൈമിൽ നമ്മൾ അത് അത്ര എമൗണ്ട് കൊടുത്തിട്ടല്ല വാങ്ങിയത്. ഞാൻ മൊത്തത്തിൽ നമ്മളൊരു മിഡിൽ ക്ലാസ് അപ്ബ്രിങ്ങിങ് ആയതുകൊണ്ട് കുറച്ച് ഫ്രൂഗൽ ആ ഒരു സംഭവമായിരുന്നു. അത് അധികം സ്പെൻഡ് ചെയ്യില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ .com ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് .chat ഒരു അൺകൺവെൻഷനൽ ഒരു ഡൊമൈനാണ്. കളക്ട്.chat എന്നാണ് നമ്മൾ കളക്ട്.chat.com പകരം കളക്ട്.chat ആണ് നമ്മൾ ചൂസ് ചെയ്തത്. കളക്ട്.chat ആണ് നമ്മൾ മെയിൻ പ്രൊഡക്റ്റ്. കളക്ട്.com ഉണ്ട്, ഇപ്പൊ കറന്റ് ഉണ്ട്, പക്ഷെ നമ്മളെ മെയിൻ ഒരു ഡൊമൈൻ മറ്റേതന്നെ. അപ്പൊ അത് കുറഞ്ഞ എമൗണ്ടിന് കിട്ടിയത് കൊണ്ടാണ് അന്ന് വാങ്ങിയത്. പക്ഷെ എന്തുകൊണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റിയലൈസ് ചെയ്ത് അത് ഡൊമൈൻ വാങ്ങുക എന്നുള്ളത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളത്. അപ്പൊ അത് ഇപ്പൊ ഒരു ലാൻഡ് വാങ്ങുന്ന പോലെ റിയൽ വേൾഡിൽ നമ്മൾ ഒരു ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കട സ്റ്റോറോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാം, അല്ലെങ്കിൽ അത് ലേറ്റർ ഓൺ അത് മറിച്ച് വെക്കാം. അപ്പൊ അതുപോലെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡൊമൈൻ എന്ന് തോന്നി. അപ്പം ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് അത് ഒരു അസെറ്റ് ആയിട്ട് ഉണ്ടാവും. കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡൊമൈൻസിൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം കറന്റ്ലി ഉള്ള പ്രൊഡക്റ്റിലൊക്കെ അത്യാവശ്യം നല്ല മീനിങ് ഫുൾ ഡൊമൈൻസ് തന്നെ എടുക്കാൻ പറ്റി. ഇപ്പം store.link ആണെങ്കിൽ ഈ ഒരു ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ help.center ഉണ്ട്, ഒരു ഈ കസ്റ്റമർ സപ്പോർട്ട് AI ബേസ്ഡ് കസ്റ്റമർ സപ്പോർട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിനൊക്കെ നല്ല മീനിങ് ഫുൾ ഡൊമൈൻസ് വാങ്ങാൻ പറ്റി. ഇപ്പൊ ടോട്ടൽ സ്പെൻഡിങ് നോക്കുകയാണെങ്കിൽ ഒരു 50 lakh അബവ് നമ്മള് ഡൊമൈനിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10+ ഡൊമൈൻസ് നല്ല അഡീഷണറി വേർഡ്സ് ആ ഒരു ഇതിൽ തന്നെ. ഇനി ഏതെങ്കിലും ഡൊമൈൻസ് മേടിച്ചിട്ട് ഉപയോഗിക്കാതെ അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞാല് നമ്മളെ കയ്യിൽ ഉപയോഗിക്കാത്ത ഡൊമൈൻസ് എന്തായാലും ഉണ്ടാവും. നമ്മള് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുള്ള ഫസ്റ്റ് നോക്കല്, അതൊരു ഐഡിയ സ്റ്റേജിൽ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഡൊമൈൻ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് പിന്നെ ബാക്കി ഒരു സ്റ്റേജിലേക്ക് പോവാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാത്ത ഡൊമൈൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മൈക്രോ കമ്പനി, അതേപോലെ പാരന്റ് കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ കളക്ട്.chat ഫോം ചെയ്ത് പിന്നെ ഒരു സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ reach.at എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ അത് ബേസിക്കലി കളക്ട്.chatന്റെ ഡിറൈവ്ഡ് ഫോം ആയിരുന്നു. അപ്പൊ അത് എന്തോ സക്സസ്ഫുൾ ആയില്ല. പിന്നെ അടുത്ത വാട്സ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തുടങ്ങി. അപ്പൊ അത് ഇപ്പം കളക്ട്.chat ആയിരുന്നു കമ്പനീന്റെ പേര്, പക്ഷെ ഒരു പാരന്റ് കമ്പനി പോലെ വേണം തോന്നി. മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളക്ട്.chatന്റെ കാര്യത്തിൽ അധികം ചെയ്യാനില്ലായിരുന്നു. വൺസ് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പം അതിന്റെ ബഗ് ഫിക്സസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, സപ്പോർട്ട് വോളിയം ഒക്കെ കുറവാണ്. അപ്പൊ നമുക്ക് ടീമുണ്ട്,
അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ വേറെയും പ്രൊഡക്ട്സ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ്. ആ കോവിഡ് ടൈമിലൊക്കെയാണ് 2020 ആ ടൈമിലാണ് നമ്മൾ ഒരു മൈക്രോ കമ്പനി എന്ന് പറഞ്ഞ ഒരു പാരന്റ് ഫോം ചെയ്തിട്ട് മൾട്ടിപ്പിൾ സാസ് പ്രൊഡക്ട്സ് ചെയ്യാം എന്നുള്ള ഒരു ഇത് തുടങ്ങിയത്. അപ്പോൾ ഇപ്പം കറന്റ്ലി ഒരു 6 പ്രൊഡക്ട്സ് റണ്ണിങ് ആണ്. അപ്പോൾ എല്ലാ കമ്പനിയും എല്ലാ പ്രൊഡക്ട്സും റവന്യൂ മേക്കിംഗ് ആണ്. ഇപ്പം കറന്റ്ലി 6 പ്രൊഡക്ട്സ് 6ഉം റവന്യൂ മേക്കിംഗ് ആണ്. ഓക്കെ. അപ്പം അത് സ്റ്റാർട്ടിങ്ങിൽ റവന്യൂ ആയിരുന്നില്ല ഉദ്ദേശം, പക്ഷെ നല്ല രീതിയിലാണ് പോയി.